നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിൽ വീണ്ടും വൻ മരം വീണു. ജനറൽ ആശുപത്രിക്ക് സമീപം കോളേജ് റോഡിലാണ് മരത്തിന്റെ ചില്ല പൊട്ടിവീണത്. കൊടുങ്ങല്ലൂർ ഷൊർണൂർ പാതയുടെ റോഡ് വികസനം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് MLA CC മുകുന്ദന്റെ അധ്യക്ഷതയിൽ 29-ന് 11 മണിക്ക് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേരും. കുട്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയം വായന നടന്നു. പടിഞ്ഞാറെ പെരുമ്പള്ളിശ്ശേരി രാമപുരം ശ്രീരാമ മഹാവിഷ്ണു ഹനുമാൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി 5 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് ഉണ്ണിയൂട്ട് നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. ശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിൽ വീണ്ടും വൻ മരം വീണു. ജനറൽ ആശുപത്രിക്ക് സമീപം കോളേജ് റോഡിലാണ് മരത്തിന്റെ ചില്ല പൊട്ടിവീണത്. അപകടത്തിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും തകർന്നു. മരം വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈനുകൾ പൊട്ടിയതോടെ വൈദ്യുതി വിതരണവും താറുമാറായി. രാവിലെയാണ് അപകടം. ഉഗ്രശബ്ദത്തോടെയാണ് മരം മറിഞ്ഞു വീണതെന്നും നിറയെ യാത്രക്കാരുമായി പോയ ബസ് തലനാരഴിക്കാണ് രക്ഷപ്പെട്ടതെന്നും വഴിയാത്രക്കാർ പറഞ്ഞു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. തൃശൂർ സെന്റ് തോമസ് കോളേജ് റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അപകടകരമായി നിൽക്കുന്ന മരത്തിന്റെ ബാക്കി ഭാഗവും മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചുമട്ടുതൊഴിലാളികൾ പാഴ്സൽ നീക്കത്തിന് ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷയാണ് തകർന്നത്. കഴിഞ്ഞ ദിവസം സ്വരാജ് റൗണ്ടിൽ തേക്കിൻകാട്ടിൽ നിന്നിരുന്ന മരം കടപുഴുകി ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ വീണിരുന്നു. കളക്ട്രേറ്റിന് സമീപവും കൂറ്റൻ മരം കടപുഴുകി വീണ് ടൗൺ വെസ്റ്റ് സ്റ്റേഷൻ മതിലും ചുമരും തകർന്നിരുന്നു. ചേറ്റുപുഴ റോഡിലും മരം വീണ് അപകടമുണ്ടായതും ഈ ആഴ്ചയിലാണ്. കൊടുങ്ങല്ലൂർ ഷൊർണൂർ പാതയുടെ റോഡ് വികസനം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടിക നിയോജക മണ്ഡലം പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനായി 29-ന് രാവിലെ 11 മണിക്ക് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് യോഗം ചേരും. KSTP ഉദ്യോഗസ്ഥർ, ചേർപ്പ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് അംഗം, ബസ് ഉടമകൾ, വ്യാപാരികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പത്രപ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് CC മുകുന്ദൻ MLA അറിയിച്ചു. കുട്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയം വായന നടന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 വരെയായിരുന്നു നാരായണീയം വായന. പ്രസാദ ഊട്ടുമുണ്ടായിരുന്നു. എല്ലാ ചടങ്ങുകളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പടിഞ്ഞാറെ പെരുമ്പള്ളിശ്ശേരി രാമപുരം ശ്രീരാമ മഹാവിഷ്ണു ഹനുമാൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണമംഗലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. തുടർന്ന് 5 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് ഉണ്ണിയൂട്ട് നടന്നു. ഉച്ചയ്ക്ക് നടന്ന മഹാപ്രസാദ ഊട്ടിനും നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രസിഡന്റ് KB വാസുദേവൻ നമ്പൂതിരിപ്പാട്, സെക്രട്ടറി P കൃഷ്ണൻ ഉണ്ണി എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ചാവക്കാട് ചേറ്റുവ പുഴയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാവറട്ടി പൂവത്തൂർ സ്വദേശി 56 വയസ്സുള്ള സുരേഷാണ് മരിച്ചത്. മുനക്കക്കടവ് മറൈൻ വർക്ക്ഷോപ്പിനടുത്താണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ ചാവക്കാട് ചേറ്റുവ പുഴയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാവറട്ടി പൂവത്തൂർ സ്വദേശി 56 വയസ്സുള്ള സുരേഷാണ് മരിച്ചത്. മുനക്കടവ് മറൈൻ വർക്ക്ഷോപ്പിനടുത്താണ് മൃതദേഹം കണ്ടെത്തിയത്. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് മരിച്ചത് പാവറട്ടി പൂവത്തൂർ സ്വദേശി സുരേഷാണെന്ന് കണ്ടെത്തിയത്. ബുധനാഴ്ച രാത്രി മുതൽ സുരേഷിനെ വീട്ടിൽ നിന്നും കാണാനില്ലായിരുന്നു. സുരേഷിനായി അന്വേഷണം തുടരുന്നതിനിടെയാണ് മൃതദേഹം പുഴയിൽ കണ്ടെത്തിയത്. മുല്ലശ്ശേരിയിലെ പെട്രോൾ പമ്പ് ജീവനക്കാരനാണ് മരിച്ച സുരേഷ്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുനക്കടവ് കോസ്റ്റൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടി സ്വീകരിച്ച് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സലിഹ ഷൗക്കത്ത്
ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരുമെന്ന് പോലീസ് അറിയിച്ചു. ചേറ്റുവ ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ചേറ്റുവ പാലത്തിനു സമീപം ഇലക്ട്രിക് പോസ്റ്റ് മണ്ണൊലിച്ചുപോയി വീഴാറായ നിലയിൽ. നിരവധി മത്സ്യത്തൊഴിലാളികൾ നടന്നുപോകുന്ന വഴിയിലാണ് മണ്ണിടിഞ്ഞ് ഇലക്ട്രിക് പോസ്റ്റ് വീഴാറായി നിൽക്കുന്നത്. തുടർച്ചയായി മഴ പെയ്തതിനാൽ മണ്ണ് കുത്തിയൊലിച്ചു പോകുന്നത് മൂലം ഏത് സമയത്തും അപകടം സംഭവിക്കാം. പാലത്തിനോടും പുഴയോടും ചേർന്ന് നിൽക്കുന്ന ഭാഗമായതിനാൽ വാഹനയാത്രക്കാർക്കുൾപ്പെടെ വലിയ അപകടങ്ങൾക്ക് ഇത് കാരണമാകും. വേണ്ടപ്പെട്ട വകുപ്പുതല ഉദ്യോഗസ്ഥർ പ്രസ്തുത സ്ഥലം പരിശോധിച്ച് പോസ്റ്റ് ബലപ്പെടുത്താനാവശ്യമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കൊട്ടുമൽ ആവശ്യപ്പെട്ടു. പുതുക്കാട് വീടിനുള്ളിൽ വിരിച്ച ടൈലുകൾ പൊട്ടിത്തെറിച്ചത് പരിഭ്രാന്തി പരത്തി. പുതുക്കാട് കാഞ്ഞുപ്പാടം ഞെരിഞ്ഞാംപിള്ളി പരേതനായ ജോഷിയുടെ വീട്ടിലെ ടൈലുകളാണ് കഴിഞ്ഞ രാത്രിയിൽ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത്. സംഭവം നടക്കുമ്പോൾ ജോഷിയുടെ ഭാര്യയും 15ഉം 11ഉം വയസ്സുള്ള 2 പെൺമക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ടിവർ പുറത്തേക്ക് ഓടുകയായിരുന്നു. വീടിന്റെ ഹാളിൽ വിരിച്ച ഭൂരിഭാഗം ടൈലുകളും മറ്റു മുറികളിലെ ടൈലുകളും ഭാഗികമായും ഇളകിയ നിലയിലാണ്. എന്താണ് സംഭവിച്ചെന്ന ഞെട്ടലിലാണ് കുടുംബം. ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വീട്ടുകാർ പറയുന്നു. എന്തെങ്കിലും അത്ഭുത പ്രതിഭാസമാണോ, പ്രകൃതിക്ഷോഭമാണോ എന്ന പേടിയിലാണ് അയൽവാസികളും നാട്ടുകാരും. വീട്ടുടമ വില്ലേജിലും പഞ്ചായത്തിലും പരാതി നൽകി. തൃശൂർ എരുമപ്പെട്ടി കടങ്ങോട് ചാരായവേട്ട. 40 ലിറ്റർ ചാരായവും 300 ലിറ്റർ വാഷുമായി 2 പേരെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി. കടങ്ങോട് സ്വദേശികളായ ഉദയകുമാർ, അശോകൻ എന്നിവരാണ് പിടിയിലായത്. വ്യാഴാഴ്ച രാവിലെ എക്സൈസ് സംഘം കടങ്ങോട് മേഖലയിൽ പരിശോധന നടത്തി വരുന്നതിനിടെയാണ് വാറ്റ് പിടികൂടിയത്. 5 ലിറ്ററിന്റെ കന്നാസ് ബൈക്കിൽ കൊണ്ടുവരുന്നത് കണ്ട് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് ചാരായമാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത എക്സൈസ് സംഘം ചാരായം നിർമ്മിക്കുന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇതോടെയാണ് 30 ലിറ്ററോളം ചാരായവും 300 ലിറ്റർ വാഷും പിടികൂടിയത്. കടങ്ങോട് ആളൊഴിഞ്ഞ ക്വാറി പ്രദേശത്ത് വൻതോതിൽ ചാരായം മാറ്റി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് പ്രതികളുടെ രീതിയെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. 2 ബൈക്കുകൾ ചാരായം മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഗ്യാസ് അടുപ്പ് എന്നിവ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത്. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് കട കുത്തിത്തുറന്ന് മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. കോടാലി ആളുപ്പറമ്പൻ വീട്ടിൽ 51 വയസ്സുള്ള സുരേഷാണ് അറസ്റ്റിലായത്. കണ്ണമ്പത്തൂർ കാളൻ പാവുണ്ണിയുടെ കടയിലാണ് ഞായറാഴ്ച മോഷണം നടന്നത്. കടയുടെ ചുമർ കുത്തിപ്പൊളിച്ച് അകത്ത് കിടന്നയാൾ ചാക്കുകളിലും പാത്രങ്ങളിലും നിറച്ചുവെച്ചിരുന്ന ജാതിക്കായ, ജാതിപത്രി, അടയ്ക്ക എന്നിവ മോഷ്ടിക്കുകയായിരുന്നു. ഇയാളുടെ കൂടെയുണ്ടായിരുന്ന മറ്റൊരു പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉൽപ്പന്നങ്ങൾ ചാക്കുകളിലാക്കി തൊട്ടടുത്ത പറമ്പിൽ ഉപേക്ഷിച്ച ശേഷം പുതുക്കാട് നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചാണ് ഇയാൾ തൃശൂരിലെ കടയിൽ വിൽപ്പന നടത്തിയത്. സമീപത്തെ വീടുകളിലെ നിരീക്ഷണ ക്യാമറകളിൽ നിന്നാണ് ഓട്ടോ തിരിച്ചറിഞ്ഞത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പ്രതിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. 50,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ മോഷണം നടത്തിയതായി പോലീസ് പറഞ്ഞു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പുതുക്കാട് SHO സജീഷ് കുമാർ, SIമാരായ പ്രദീപ് കുമാർ, ഉണ്ണികൃഷ്ണൻ, ഗ്രേഡ് CPOമാരായ സജീവ്, അജി, CPOമാരായ ശ്രീജിത്ത്, അജിത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടന്നൂർ കിഴവൻ പറമ്പിൽ പരേതനായ ചന്ദ്രന്റെ മകൻ ഗിരീഷ് നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം വടൂക്കര SNDP ശ്മശാനത്തിൽ നടന്നു. ഭാര്യ സുനിത, മക്കൾ അമൃത, അഭിലാഷ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6,640 രൂപ, പവന് 53,120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിൽ വീണ്ടും വൻ മരം വീണു. ജനറൽ ആശുപത്രിക്ക് സമീപം കോളേജ് റോഡിലാണ് മരത്തിന്റെ ചില്ല പൊട്ടിവീണത്. കൊടുങ്ങല്ലൂർ ഷൊർണൂർ പാതയുടെ റോഡ് വികസനം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് MLA CC മുകുന്ദന്റെ അധ്യക്ഷതയിൽ 29-ന് 11 മണിക്ക് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേരും.
ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയം വായന നടന്നു. പടിഞ്ഞാറെ പെരുമ്പള്ളിശ്ശേരി രാമപുരം ശ്രീരാമ മഹാവിഷ്ണു ഹനുമാൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി 5 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് ഉണ്ണിയൂട്ട് നടന്നു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.